കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നം ഹേമ കമ്മിറ്റി റിപ്പോർട്ടല്ല. ഏതാണ്ട് മുഴുവൻ മാധ്യമങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെയും ചലച്ചിത്ര താരങ്ങളുടെ സ്വകാര്യ ജീവിതത്തെയും തേടി പോകുമ്പോൾ ഇക്കാര്യത്തിൽ വന്ന ഏറ്റവും മികച്ച പ്രതികരണം ചലച്ചിത്ര നടൻ ജോയി മാത്യുവിൻ്റേതാണ്. എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി അഥവാ വിനോദ കലാ വ്യവസായ രംഗത്തുണ്ടായിട്ടുള്ള മലീമസമായ സാഹചര്യങ്ങളാണ് ഇന്നത്തെ വിഴുപ്പലക്കിന് പിന്നിലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു വ്യവസായ രംഗത്തെ പ്രശ്നങ്ങൾ എന്ന നിലയിൽ ഇതിനെ കാണുന്നതിന് പകരം ആ വ്യവസായത്തെ പൂർണ്ണമായും തകർക്കുന്ന രീതിയിൽ ചലച്ചിത്ര മേഖലയിലെ മുഴുവൻ പേരുടെയും വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന രീതിയിൽ ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ പേരുടെയും സ്വഭാവ ഹത്യ നടത്തുന്ന രീതിയിൽ ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യേണ്ടതുണ്ടോ? സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനത്തിൽ ഗുരുതര വീഴ്ച ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നൽകിയിട്ട് കൊല്ലം 4 കഴിഞ്ഞിട്ടും ഈ റിപ്പോർട്ടിൽ നടപടികൾ സ്വീകരിക്കാനോ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് അടക്കം നിയമസഭയിൽ വെക്കാനോ യാതൊരു നടപടികളും സാംസ്കാരിക വകുപ്പും പൊതുഭരണ വകുപ്പും ചെയ്തിട്ടില്ല. സാധാരണഗതിയിൽ ഇത്തരം ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകൾ, ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടുകൾ അടക്കമാണ് നിയമസഭയിൽ വെക്കാറുള്ളത്. ഈ റിപ്പോർട്ട് വന്ന് 4 വർഷം പിന്നിട്ടിട്ടും എന്തുകൊണ്ട് നിയമസഭയിൽ ഇത് സമർപ്പിക്കാനും ചർച്ച നടത്താനും നടപടി സ്വീകരിക്കാനും തയ്യാറായില്ല എന്നതിന് സമാധാനം പറയാനുള്ള ബാധ്യത പിണറായി വിജയനും സാംസ്കാരിക വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിക്കുമുണ്ട്. സ്ത്രീ സംരക്ഷണം ഉറപ്പാക്കുമെന്നും സ്ത്രീയുടെ അവകാശ സംരക്ഷണം ഇടതുമുന്നണിയുടെ നയമാണെന്നും അതിനുവേണ്ടി പ്രതിജ്ഞാബദ്ധമാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഇടതുമുന്നണി സർക്കാർ അധികാരത്തിൽ വന്നത്. സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് വനിതാ മതിൽ കെട്ടുമ്പോൾ അത് നൂറ്റാണ്ടുകളായി ശബരിമലയിൽ നിലനിന്നിരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ തകർക്കാനും അയ്യപ്പ ഭക്തരുടെയും ഹിന്ദു ജനവിഭാഗത്തെയും ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും ചിന്തകളെ തച്ചു തകർക്കാനും മാത്രമായിരുന്നു. ശരീരം മുഴുവൻ മൂടിയ ഹിജാബും പർദ്ദയുമായി വന്നവരെയും വനിതാ സംരക്ഷണത്തിൻ്റെ പേരിൽ വനിതാ മതിൽ കയറ്റി നിർത്താൻ പിണറായിയും CPM-ഉം തയ്യാറായി. തമിഴ്നാട്ടിൽ നിന്ന് വനിതകളെ ശബരിമലയിൽ കൊണ്ടുവരാനും ഇരുളിൻ്റെ മറവിൽ സന്നിധാനത്തേക്ക് കയറ്റിവിടാനും ഒത്താശ ചെയ്തത് കേരള പോലീസായിരുന്നു. ഹിന്ദുവിൻ്റെ നെഞ്ചത്ത് ചവിട്ടിക്കയറാനും അവൻ്റെ ആചാരവിശ്വാസങ്ങളെ ചവിട്ടിമതിക്കാനും കാട്ടിയ ആവേശം ഒന്നും മറ്റു മതസ്ഥരുടെ കാര്യത്തിൽ ഉണ്ടായില്ല. ശബരിമലയിൽ കാട്ടിയ ആവേശത്തിൻ്റെ പകുതിയെങ്കിലും ചലച്ചിത്ര മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ, അതനുസരിച്ച് നടപടിയെടുത്തിരുന്നുവെങ്കിൽ അത് ഏതു തരത്തിൽ മുന്നേറുമായിരുന്നു. ആ തരത്തിലുള്ള ഒരു നടപടിയില്ലാതെ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച് കുറ്റക്കാരെ രക്ഷപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ പ്രവർത്തിച്ചതിൻ്റെ കാരണം എന്താണെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കും ഭരണകൂടത്തിനുമുണ്ട്. സുപ്രീം കോടതിയുടെ ഉത്തരവനുസരിച്ച് ഉഭയകക്ഷി സമ്മതപ്രകാരം ലൈംഗിക ബന്ധം നടത്താനുള്ള അവകാശം ആർക്കുമുണ്ട്. ഇപ്പോൾ സദാചാരത്തിൻ്റെ പേര് പറഞ്ഞത് തടയാനുള്ള അധികാരം ആർക്കുമില്ല. ചലച്ചിത്ര മേഖലയിലും ഇതുതന്നെയാണ് പ്രശ്നം. സമ്മതപ്രകാരമല്ലാതെ ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചു ആരെങ്കിലും ഏതെങ്കിലും വനിതകളെ പീഡിപ്പിക്കുകയോ ദുരുപയോഗം ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് സംരക്ഷണം നൽകാനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും പീഡകർക്കെതിരെ നടപടികൾ എടുക്കാനുള്ള ബാധ്യത സംസ്ഥാന ഭരണകൂടത്തിനുണ്ട്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൗലിക അവകാശങ്ങളിൽ ഇതുൾപ്പെടുന്നു. ആ അവകാശങ്ങളെപ്പോലും ഹനിക്കുന്ന രീതിയിലാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മന്ത്രിയും ഒരു MLA-യും ചില കോർപ്പറേഷൻ അല്ലെങ്കിൽ അക്കാദമി തലവന്മാരും ചില പ്രമുഖരും ആരോപണ വിധേയരാണ് എന്നതുകൊണ്ട് മാത്രം ഒരു അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ട് വർഷങ്ങളോളം പൂഴ്ത്തിവെക്കാൻ ഒരു ജനാധിപത്യ ഭരണകൂടത്തിന് എങ്ങനെ കഴിയും? ഇപ്പോൾ ഈ വൈകിയ വേളയിലെങ്കിലും അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ കാരണം വിവരാവകാശ കമ്മീഷൻ അംഗമായ അബ്ദുൽ ഹക്കീം സ്വീകരിച്ച അതിശക്ത നിലപാടാണ്. റിപ്പോർട്ടിലെ 49-ാമത്തെ പേജിലെ 96-ാം ഖണ്ഡികയും 81 മുതൽ 100 വരെ പേജുകളിലെ 165 മുതൽ 196 വരെ ഖണ്ഡികകളും ഒഴിവാക്കണമെന്നാണ് വിവരാവകാശ കമ്മീഷണർ ഉത്തരവിൽ നിർദ്ദേശിച്ചത്. എന്നാൽ 49 മുതൽ 53 വരെ പേജിലെ 11 ഖണ്ഡികകൾ ഒഴിവാക്കിയാണ് സർക്കാർ റിപ്പോർട്ടിൻ്റെ പകർപ്പുകൾ പുറത്തുവിട്ടത്. വിവരാവകാശ കമ്മീഷണർ നിർദ്ദേശിക്കാത്ത ഖണ്ഡികകൾ ഒഴിവാക്കിയത് ആരെ രക്ഷിക്കാനാണ്? അവിടെയാണ് ഈ സംഭവത്തിൻ്റെ കാണാമറയത്തുള്ളവർ പ്രസക്തരാകുന്നത്.